റഷ്യൻ നഗരമായ മോസ്കോയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. തെക്കൻ മോസ്കോയിലാണ് ബുധനാഴ്ച സ്ഫോടനം ഉണ്ടായത്. സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മോസ്കോയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ സൈനിക ജനറൽ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യൻ സായുധ സേനയുടെ ഓപ്പറേഷണൽ ട്രെയിനിംഗ് ഡയറക്ടറേറ്റിന്റെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫാനൽ സർവോറാണ് കൊല്ലപ്പെട്ടത്. മോസ്കോയിലെ യസീനേവ സ്ട്രീറ്റിൽ രാവിലെയാണ് സ്ഫോടനമുണ്ടായത്. കാറിനടിയിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിയാണ് സായുധ സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. യുക്രൈൻ ചാര സംഘടനയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് റഷ്യ സംശയിച്ചത്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വീണ്ടും മോസ്കോയിൽ സ്ഫോടനമുണ്ടായത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ നടക്കുന്ന സമാനമായ 3ാമത്തെ സംഭവമാണിത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ റഷ്യൻ സേനയുടെ ആണവ രാസായുധ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ് സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. കിറിലോവിന്റെ വസതിക്ക് മുന്നിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ വെച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് ഇതിന്റെ ഉത്തരവാദിത്തമെന്ന് ഏറ്റെടുത്തിരുന്നു. ഈ വർഷം ഏപ്രിലിൽ റഷ്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷണൽ വകുപ്പിന്റെ ഉപമേധാവിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ യറോസ്ലാവ് മോസ്കാലിക് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട സംഭവവും ഉണ്ടായിരുന്നു. പരസ്പരമുള്ള ആക്രമണങ്ങളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണം റഷ്യ നടത്തിയിരുന്നു. സംഭവത്തിൽ നിന്ന് 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ 4 വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടും. തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വ പുലർച്ചെ വരെ നീണ്ട ആക്രമണത്തിൽ റഷ്യ 650-ലധികം ഡ്രോണുകളും 3 ഡസനോളം മിസൈലുകളും പ്രയോഗിച്ചു. യുക്രൈനിലെ 13 പ്രവിശ്യകളിൽ ആക്രമണം നടന്നു. വീടുകൾക്കും പവർ ഗ്രിഡുകൾക്കും നേരെയും ആക്രമണമുണ്ടായി. കൊടും തണുപ്പായതിനാൽ യുക്രൈനിൽ ഹീറ്റർ ഇല്ലാതെ കഴിയാനാവാത്ത അവസ്ഥയാണിപ്പോൾ. അതിനിടെ വൈദ്യുതി സംവിധാനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നത് ജനങ്ങൾക്ക് വൻ ദുരിതമാണ് സമ്മാനിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് റഷ്യൻ ആക്രമണം തുടരുന്നത്. സമാധാന ശ്രമങ്ങളോട് പുടിൻ അനുകൂലമായല്ല പ്രതികരിക്കുന്നതെന്നാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും പ്രധാനമായും ആരോപിക്കുന്നത്. അതേസമയം 4 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ യുക്രൈൻ പ്രവിശ്യകൾ, സപ്പോറിഷ ആണവ നിലയം എന്നിവയുടെ നിയന്ത്രണമൊഴികെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലോറിഡയിൽ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ US തയ്യാറാക്കിയ 20 ദിന പദ്ധതി യുക്രൈൻ അംഗീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. US-ഉം യുക്രൈനും അംഗീകാരം നൽകിയ റിപ്പോർട്ട് റഷ്യ കൂടി പിന്തുണച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കും. യുക്രൈന്റെ പരമാധികാരം അംഗീകരിച്ചും US-ന്റെയും നാറ്റോയുടെയും പിന്തുണ ഇനിയും തുടരുമെന്ന് ഉറപ്പു നൽകിയുമുള്ള പദ്ധതി പ്രകാരം റഷ്യ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കണം. ആക്രമണമുണ്ടായാൽ ആഗോള ഉപരോധങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കും എന്നിവയാണ് ഇതിലെ പ്രധാന നിബന്ധനകൾ. അതേസമയം ഈ ചർച്ചകൾക്കിടയിലും യുക്രൈൻ പട്ടണമായ സിവേർസ്ക് പിടിച്ചെടുത്തു എന്ന അവകാശവാദവുമായി റഷ്യ രംഗത്തെത്തിയിരുന്നു. സിവേർസ്കിന് പിന്നാലെ സ്ലോവിയാസ്ക്, ക്രാമാടോർസ്ക് നഗരങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് സൈന്യമെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് നഗരം പിടിച്ചെടുത്തതെന്ന് റഷ്യ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.